ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ആർച്ച മോളെ കൊണ്ടുപോയിരിക്കുകയാണ് കേട്ടോ. അവരുടെ അമ്മുമ്മയാണെന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ, ശരിക്കും അത് ഒരിക്കലും അല്ല, എന്തൊരു ഉദ്ദേശത്തിൻ്റെ പുറത്ത് ആ ഒരു സ്ത്രീ കുഞ്ഞിനെ കൈക്കലാക്കിയതാണ്. അങ്ങനെ ശിവയും അഞ്ജുവും കൂടി പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ വരുന്നുണ്ട്. അതിനുശേഷം തന്നെ മോളെ ഒന്ന് കാണിച്ചു തരൂ, മോള് ഭയങ്കര കരച്ചിലാണെന്ന് പറയുമ്പോഴും ആരും മോളെ കാണിക്കാൻ ഒരുങ്ങുന്നില്ല. അതിനുശേഷം തന്നെ നമ്മുടെ വർഷ ഓടി വരുന്നുണ്ട് കേട്ടോ. എന്തിനാ ശിവ നമ്മുടെ മോളെ അവർക്ക് വിട്ടുകൊടുത്തത് എന്ന് ചോദിക്കുമ്പോഴത്തേനും എനിക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ കഴിയില്ലായിരുന്നു വർഷയെ, കാരണം കോർട്ട് ഓർഡറും കൊണ്ടാണ് വന്നിരിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് മോളെ വിട്ടുകൊടുക്കാതിരിക്കാൻ സാധിക്കുക, എനിക്ക് വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല എന്നും പറയുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും നമുക്കിന്ന് CSRനെ പോയി കാണാം. അത് പിന്നെ സാർ ഇപ്പോൾ നമ്മളെ വിളിക്കും, എന്നിട്ട് അങ്ങോട്ട് ചെല്ലാം. ആ സമയത്ത് സാറ് വിളിക്കുന്നുണ്ട്. അങ്ങനെ സാർ ഞങ്ങളുടെ മോളെ ഞങ്ങൾക്ക് തരണം, എനിക്കും അത് തന്നെയായിരുന്നു ആഗ്രഹം, പക്ഷേ നിയമത്തിന് മുന്നിൽ അവർക്ക് തന്നെയാണ് വിജയം. അതുകൊണ്ടാണല്ലോ നമുക്ക് ഈ ഒരു ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് വർഷം ഒന്ന് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞു കൊടുക്കുന്ന വിഷമത്തോടുകൂടി കരയാട്ടോ വർഷ. അതിനുശേഷം തന്നെ അഞ്ജുവും വായിക്കുന്നുണ്ട്, പിന്നെ ശിവയും. എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, മോള് ഭയങ്കര കരച്ചിൽ, ഞങ്ങൾ മോളെ ഒന്ന് എടുത്തോട്ടെ, എടുത്തിട്ടുണ്ടെങ്കിൽ അവൾ കരച്ചിൽ നിർത്തും, അതിന് ആ സ്ത്രീയുടെ അനുവാദം വേണം. ഇനി നിങ്ങൾക്കൊരു അവകാശമില്ല, നിങ്ങൾക്ക് മോളെ തരണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം, പക്ഷെ നടന്നില്ല. നിങ്ങളുടെ സ്നേഹം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പിന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു കോടതിയിൽ ഒരു സ്റ്റേ ഓർഡർ കൊടുക്കുകയായിരിക്കും നല്ലതെന്ന രീതിയിൽ പറയുന്നു. അതിന് പെട്ടെന്നാവുകയുമില്ല, ആ സമയം വരെ ആ സ്ത്രീയുടെ അടുത്ത് തന്നെയായിരിക്കും മോളുണ്ടാവുക എന്ന രീതിയിൽ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് വർഷ പൊട്ടിക്കരഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നു. ആ സമയത്ത് ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് മോളെ കൊണ്ടുപോകാനുള്ള പേപ്പേഴ്സിലൊക്കെ ഒപ്പിട്ടോ. അതൊക്കെ നേരത്തെ ഇട്ടെന്ന് ആ സ്ത്രീ പറയുന്നു. അങ്ങനെ മോളെ കൈക്കലാക്കി ഇരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആ സമയത്ത് വർഷം ഓടിപ്പോയി മോളെ വാങ്ങിക്കുന്നുണ്ട്. എൻ്റെ മോളെ ഞാനൊന്ന് എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേനും എന്താണ്, ഇവൾക്കൊന്ന് കുട്ടിയെ എടുക്കണം, സമ്മതിക്കണോ, വേണ്ട മമ്മി എന്ന രീതിയിൽ ആ പെൺകുട്ടി പറയുന്നുണ്ട്. അങ്ങനെ മോളെ ഇപ്പം ഞങ്ങളുടെ കയ്യിൽ തന്നെ, ഇപ്പം മനസ്സിലായോ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. അപ്പോൾ ശിവ പറയുന്നുണ്ട്, ഈ ഓർഡർ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിജയിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, ഞങ്ങളുടെ മോള് ഞങ്ങളിൽ തന്നെ എത്തും, അത് നിങ്ങളുടെ വിശ്വാസമാണ്, നിങ്ങൾക്കറിയാം അവൾ നിങ്ങളുടെ അടുത്തേക്ക് ഇനി കിട്ടില്ല എന്നുള്ളത്, പിന്നെ അതിൽ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് മോളെയും കൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ട് മോളെയും കൊണ്ട് ആ സ്ത്രീ പോകുന്നു. വർഷയാണെങ്കിൽ ഓടി പുറകെ വരുന്നുണ്ട്, പക്ഷേ വർഷയ്ക്കൊന്ന് മോളെ എടുക്കാൻ പോലും അവർ സമ്മതിക്കുന്നില്ല. പിന്നെ CSR വരുന്നുണ്ട്. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും, 2 കുട്ടികളുടെ അച്ഛനാണ് ഞാൻ, നിങ്ങളുടെ സ്നേഹം സത്യമാണെന്ന് എനിക്ക് മനസ്സിലാവും, പക്ഷേ ഒരു നിവർത്തിയില്ല ഇനി എന്ന രീതിയിൽ പറഞ്ഞ് അയാൾ ആശ്വസിപ്പിച്ച് പോകുന്നു കേട്ടോ. പിന്നീടാണെങ്കിലും എൻ്റെ മോളെ കാണിക്കുക എന്ന് പറഞ്ഞിട്ട് പാവം വർഷ വീണ്ടും വീണ്ടും അവരുടെ പുറകെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വീട്ടിൽ വന്നിട്ടാണെങ്കിൽ തളർന്നു കിടക്കുകയാണ് വർഷ. നിങ്ങളൊക്കെ എന്താ വിചാരിച്ചേ, ഞാനിങ്ങനെ പറഞ്ഞു നടക്കുമ്പോൾ എനിക്കൊരു ആൻസൈറ്റി ആണെന്ന് വിചാരിച്ചില്ലേ നിങ്ങളൊക്കെ, പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് ഇപ്പം മനസ്സിലായില്ലേ ശിവ, എൻ്റെ മോളെ എനിക്ക് നഷ്ടപ്പെട്ടില്ലേ, എൻ്റെ മോൾ ഇവിടെ തന്നെ ഉണ്ട്, കരച്ചിൽ കേൾക്കുന്നതെന്ന് പറഞ്ഞ് ഓടി നിൽക്കുന്നു. പക്ഷേ ശിവ, ഇത് റിയാലിറ്റിയാണ്, അത് നീ മനസ്സിലാക്കണം, മോളെ ഇനി നമുക്ക് കിട്ടുമെന്നുള്ളത് സംശയമാണെന്ന രീതിയിൽ പറഞ്ഞ് വർഷയെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിൽ ഭക്ഷണമൊന്നും കഴിക്കാൻ വർഷ തയ്യാറാവുന്നില്ല, എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ശിവ ഞാൻ വാരിത്തരാം എന്ന രീതി പറഞ്ഞ് ശിവ വാരി കൊടുക്കാനായിട്ട് നോക്കുമ്പോൾ വീണ്ടും തന്നെ തൻ്റെ ആർച്ചക്കുട്ടിക്ക് വാരി കൊടുത്തതും അവൾ ആദ്യമായി കണ്ട സമയത്ത് ഭക്ഷണം ചോദിച്ചതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ വർഷയുടെ മനസ്സിനകത്ത് ഓടി വരുന്നുണ്ട്. പിന്നീട് പറയുന്നുണ്ട് എനിക്കെൻ്റെ മോളെ ഒന്ന് കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും നമ്മുടെ വർഷ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മുടെ അഞ്ജുവിനോടും ശിവ പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും ആ ഒരു വീട്ടിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ, കാരണം മോളെ ഒന്ന് കാണാൻ പറ്റൂ, അവർ സമ്മതിക്കുമോ, ഇനി നമുക്ക് മോളെ ഒരിക്കലും കിട്ടില്ല എന്നുള്ളത് നമ്മുടെ വർഷയെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും, ഇങ്ങനെ പോയി അവളുടെ അവസ്ഥ വളരെ മോശമാവും, എനിക്ക് കണ്ടിട്ട് പേടിയാവുന്നു എന്ന രീതിയിൽ നമ്മുടെ അഞ്ജു പറയുന്നുണ്ട്. നീ ഒന്ന് വായോ, നിനക്ക് പേടിയാണെങ്കിൽ നീ വരണ്ട, ഞാൻ പൊയ്ക്കോളാം, ശിവ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാം. അങ്ങനെ 2 പേരും കൂടി ആ വീട്ടിലേക്ക് പോകാനായിട്ട് തയ്യാറാവുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ ആ സ്ത്രീ ആണെങ്കിൽ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ ആ സ്ത്രീക്ക് ദേഷ്യം വരുന്നുണ്ട്. അവരുടെ മകളാണെങ്കിലോ ആ കുഞ്ഞ് ഇതുവരെ ഇത്രയും നേരമായിട്ട് ഒരു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, കരച്ചിലും നിർത്തിയിട്ടില്ല, ഞാൻ എന്തൊക്കെ ചെയ്തു, പാട്ട് പാടിക്കൊടുത്തു, പാല് കൊടുക്കാൻ നോക്കി, ഒന്നും ആ കുട്ടി സ്വീകരിക്കുന്നത് പോലുമില്ല, ആകെ പ്രശ്നവും, കുഞ്ഞിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ അമ്മയുടെ പ്ലാനിങ് എല്ലാം തന്നെ തകർന്നുടയും എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, കുട്ടിയെ എങ്ങനെയെങ്കിലും സമാധാനപ്പെടുത്തിയല്ലേ പറ്റുള്ളൂ എന്ന രീതിയിലൊക്കെയാണ് കേട്ടോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ശിവയും അഞ്ജും കൂടി ആ വീട്ടിലേക്ക് വരുന്നു. ഗേറ്റ് ആണെങ്കിൽ അടച്ചിട്ടിട്ടുണ്ട്, അതൊക്കെ തുറക്കും. ഇവിടെ ആരുമില്ലേ, എന്താണെന്നറിയില്ല, ഈ വീട് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പ്
ഉറപ്പുണ്ടോ? അതെ, അഡ്രസ്സ് പ്രകാരം ഈ വീട് തന്നെയാണ്. ആ വീടിനകത്തേക്ക് കയറി ചെല്ലാനായിട്ട് നോക്കുന്ന സമയത്ത് മോളുടെ കരച്ചിൽ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കോളിംഗ് ബെല്ല് അടിക്കുന്ന സമയത്ത് ആ സ്ത്രീയും അവരുടെ മകളും പുറത്തിറങ്ങി വരുന്നുണ്ട് കേട്ടോ. മോളെ ഒന്ന് കാണാൻ. മോൾ കരച്ചിലാണല്ലോ. ആ കുട്ടി ഇന്നലെ ഇവിടെ വന്നപ്പോൾ മുതൽ കരച്ചിൽ തുടങ്ങിയതാണ്. ഭക്ഷണവും കഴിച്ചിട്ടില്ല. മോൾക്ക് ഞങ്ങളാരെയും കണ്ടാൽ ഭക്ഷണമൊക്കെ കഴിക്കാൻ സാധിക്കും, ഞങ്ങളാരെങ്കിലും കൊടുത്താൽ മതിയോ എന്ന രീതിയിൽ പറയുന്നുണ്ട്. അതൊന്നും പറ്റില്ല, നിങ്ങളെന്തായാലും തെരഞ്ഞു പിടിച്ച് ഇവിടെ വന്നല്ലോ, പിന്നെ എത്രയും പെട്ടെന്ന് പോകാൻ നോക്കുക, കുട്ടിയെ കാണിച്ചു തരില്ല, ഞങ്ങൾക്ക് എൻ്റെ മോളെ ഒന്ന് കാണിച്ച് തരുമോ എന്ന രീതിയിൽ. അപ്പോൾ അവരുടെ മകൾ പറയുന്നുണ്ട്, ഇത്തിരി നേരം മോള് ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ അമ്മേ, ഇവർ കൊടുത്താൽ കഴിക്കുമെന്നല്ലേ പറഞ്ഞത്, ആ കുട്ടി എന്തെങ്കിലും കഴിക്കട്ടെ, അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. അങ്ങനെ ആ ഭക്ഷണം കൊടുക്കാനുള്ള അനുവാദം കൊടുക്കുന്നുണ്ട്. അങ്ങനെ മോൾക്ക് വയറ് നിറച്ച് ശിവ ഭക്ഷണം കൊടുക്കുന്നുണ്ട് കേട്ടോ. മടിയിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ അഞ്ജു. അതിന് ശേഷം തന്നെ മോൾക്ക് ഇപ്പോൾ മതിയായോ എന്ന് ചോദിക്കുന്നുണ്ട്. മതിയായി എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ കൊടുത്താൽ അവൾ കഴിക്കും, വേറെ ആരും കൊടുത്താൽ കഴിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് ശിവ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞല്ലോ, പോകാനായിട്ട് നോക്കുമെന്ന് പറയുന്നു. പിന്നീട് പറയുന്നുണ്ട്, ഞങ്ങളുടെ ആഗ്രഹം ഒരു ദിവസം, അതായത് വർഷയ്ക്കും ഈ കുഞ്ഞിനെ ഒന്ന് വന്ന് കാണാനുള്ള അനുവാദം ഉണ്ടാവണം. അതും നടക്കില്ല, അവൾക്ക് അതിനെ കാണാനൊന്നും ഞാൻ സമ്മതിക്കില്ല. പക്ഷേ അവരുടെ മകൾ വീണ്ടും അവരോട് പറയുന്നുണ്ട്, വർഷ വന്ന് കുഞ്ഞിനെ കണ്ടോട്ടെ അമ്മേ, അതല്ലേ നല്ലത്, കുഞ്ഞിനൊരു ആശ്വാസമാവും, പിന്നെ കരച്ചിലും കുറേ മാറ്റി കിട്ടും, നമുക്ക് ആവശ്യങ്ങളൊക്കെ നടക്കുമല്ലോ എന്ന് പറയുന്നു. എന്നാൽ ശരി, ആഴ്ചയിൽ ഒരു ദിവസം മാത്രം വർഷയ്ക്ക് മോളെ വന്ന് കാണാമെന്നും ഉത്തരവ് കൊടുക്കുന്നു കേട്ടോ. ഇത് കാണുന്ന ശിവയ്ക്കും അഞ്ജുനും താൽക്കാലികമായിട്ടെങ്കിലും ഇത്തിരി സമാധാനമാവുകയാണ്. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം തൻ്റെ ആച്ചക്കുട്ടിയെ അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇതിൻ്റെ പുറകിൽ വലിയൊരു ചതി ഉറഞ്ഞു കിടക്കുന്നുണ്ടെന്ന് നമ്മുടെ ശിവയും അഞ്ജും മനസ്സിലാക്കുന്നുണ്ട്. വർഷ കൂടുതലായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതെന്തായാലും തെളിയിക്കുമായിരിക്കും. പക്ഷേ നമ്മുടെ അബി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരുന്നു കേട്ടോ കാര്യങ്ങളൊക്കെ. എന്തായാലും അബിയുടെ ഒരു എൻട്രി നമുക്കിതിൽ പ്രതീക്ഷിക്കാം കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.